ഇനി ക്രിസ്മസിന് ഒരു ദിവസം കൂടി. ഒന്നോർത്തു നോക്കിയാൽ നിറവയറുമായി അമ്മ ഇപ്പോൾ ബെത്ലഹേമിലേക്കുള്ള നൊമ്പരം നിറയുന്ന യാത്രയിലാണ്. പൂർണ്ണ ഗർഭവതിക്ക് ഇനി എന്തുമാത്രം ക്ലേശം സഹിച്ചാലാണ് അപ്പത്തിൻ്റെ നാട്ടിലെത്താനാവുക. ഇനി എത്തിയാലോ ഒരു സത്രവും അവൾക്കു വേണ്ടി തുറക്കാൻ പോകുന്നില്ല. പരിശുദ്ധ അമ്മയെ നേരിട്ടൊരു ദിവസം കാണാൻ പറ്റിയാൽ പറയാൻ നെഞ്ചിലൊരു വാക്കു മാത്രമേ ഇനി ബാക്കിയുള്ളൂ: നന്ദി. ആകാശം തുറന്നൊരു ദൂതൻ മുന്നിലെത്തി ദൈവകുമാരന് ഒരിടം തിരക്കിയപ്പോൾ പരിഭവം പറയാതെ സ്വീകരിച്ചതിന്, കല്ലേറ് ഭയന്ന് ഒരു പോള കണ്ണടയ്ക്കാനാകാതെ നീ തള്ളി നീക്കിയ രാവുകൾക്ക്, മാമരം കോച്ചുന്ന തണുപ്പിൽ വേച്ചും വിറച്ചും ഞങ്ങളുടെ ഈശോയെയും വഹിച്ച് ബെത്ലഹേം വരെ നീ നടത്തിയ യാത്രയ്ക്ക്, സത്രങ്ങളടഞ്ഞ ആകുലതയോടെ ഒരു കാലിക്കൂട്ടിൽ കാലുകൾ കടം നൽകിയ ഇത്തിരിയിടത്തിൽ ഞങ്ങൾക്ക് ഈശോയെ നൽകാൻ നീ സഹിച്ച ഈറ്റുനോവിന്, നസ്രത്തിൻ്റെ മണ്ണിൽ അവനെ പിച്ചവച്ച് നടത്തിയതിന്, കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് നിൻ്റേത് എന്ന് പറയാതെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയെ അവൻ്റെ നിയോഗങ്ങളിലേക്ക് പറഞ്ഞയച്ചതിന്, നൊന്തുപെറ്റ മകൻ അടുത്തില്ലാതെ നീ തള്ളി നീക്കിയ രാവുകൾക്ക്, കൽവരിയിൽ വാടിയ പൂവിതൾ പോലെ നിന്റെ പുത്രൻ കുരിശിൽ ഉയരറ്റ് കിടക്കുമ്പോൾ ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ചതിന്, ഒടുവിൽ ബെത്ലഹേമിൽ നിന്റെ മടിയിൽ കിടത്തിയ അതേ കുഞ്ഞ് കാൽവരിയിൽ മരവിച്ച ശരീരമായി നിന്റെ മടിയിൽ മിഴിപൂട്ടി കിടക്കുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് അമ്മേ നന്ദി. ചങ്ങാതി, നാളെ ഈശോയുടെ ബർത്ത്ഡേ ആണ്. കാരണം ഇന്ന് ഒരമ്മ ബെത്ലഹേമിലേക്ക് വേദനകളോടെ നടന്നു നീങ്ങുകയാണ്. നന്ദി പറയാം അമ്മ ഈ ലോകരക്ഷയ്ക്ക് വേണ്ടി സ്വീകരിച്ച സകല ത്യാഗങ്ങൾക്കും വേണ്ടി. ദൈവം അനുഗ്രഹിക്കട്ടെ.